ഇന്ത്യയെ തിരിച്ചടി എന്തായാലും അംഗീകരിക്കുന്നുണ്ട്. നാശനഷ്ടം ഉണ്ടായി എന്നത് പാക് പൗരന്മാർ തന്നെ വീഡിയോയിൽ സമ്മതിക്കുന്നത് നമുക്ക് കേൾക്കാം. സഹോദര, നമ്മുടെ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ വീഡിയോ ചിത്രീകരിച്ച പാകിസ്ഥാനിലെ പൗരൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കനത്ത പ്രത്യാക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്ന് അറിയേണ്ടതുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. റെയ്സീന കുന്നിൽ ഇന്ത്യൻ വാർത്താ സമ്മേളനത്തിനെ കാത്ത് അർജുൻ പീതാംബരൻ അവിടെയുണ്ട്. അർജുൻ, എപ്പോൾ വാർത്താ സമ്മേളനം 10 മണിക്ക് പ്രതീക്ഷിക്കാമോ? സമയത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. 10 മണിക്ക് ശേഷം 10 മണിയോട് കൂടിയോ അതല്ലെങ്കിൽ 11 മണിയോട് കൂടിയോ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതും ഒരു പക്ഷേ രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും വളരെ വലുതാണ്. ഇന്ന് രാവിലെ 5:45 ആദ്യം ഈ വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. നമുക്ക് കാണാം, പ്രതിരോധ മന്ത്രാലയത്തിന്റെ 3ാം ഗേറ്റാണ്. 3ാം ഗേറ്റിന് അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ രാജ്യത്തോട് വിളിച്ച് പറയാനുണ്ടായിരുന്നു ഇവിടുത്തെ അധികാരികൾക്ക്, സൈനിക കേന്ദ്രങ്ങൾക്ക്. അതിൻ്റെ എല്ലാം തന്നെ അർത്ഥത്തിലായിരുന്നു രാവിലെ 5:45 ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന കാര്യം അറിയിച്ചത്. പിന്നീട് അത് നീട്ടിവെക്കുകയായിരുന്നു. അതായത് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ച് കുറച്ചുകൂടി തെളിവുകൾ നിരത്തി പാകിസ്ഥാന്റെ ഓരോ വാദങ്ങളും പൊളിച്ചടുക്കുക, പാകിസ്ഥാൻമേൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അർജുൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഇന്ത്യ, നമ്മുടെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കൃത്യമായി തെളിവുകൾ നിരത്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നടത്തിയത്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ 9 ഭീകരവാദ ക്യാമ്പുകൾ തെരഞ്ഞെടുത്തത്, അവിടെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ലഷ്കർ ഇ തൊയ്ബയുടെ, ഹിസ്ബുൾ മുജാഹിദീന്റെ, ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ ക്യാമ്പുകളുടെ കൃത്യമായ വിവരങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനം. രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ ഭീകരവാദികളെ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, ഭീകരവാദികൾക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ യാത്രയയപ്പ് നൽകിയത്, അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെയും പാക് സൈന്യത്തിന്റെയും ഉന്നത നേതൃത്വം എങ്ങനെ എത്തി, അത് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനം വൈകിപ്പിക്കാനുള്ള കാരണം ഇപ്പോൾ പല ഭാഗങ്ങളിൽ, ജലന്ധറിൽ, അമൃത്സറിലൊക്കെ ഇന്ത്യ പ്രതിരോധിച്ച പാകിസ്ഥാന്റെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകൾ കൂടി നിരത്തി വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയായിരിക്കുമോ അർജുൻ? തീർച്ചയായിട്ടും ഇന്ന് രാവിലെയും പുലർച്ചെ 5 മണിക്കടക്കം ജലന്ധറിൽ പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും പ്രകോപനങ്ങളും ഉണ്ടായി. ഡൽഹിയെ ലക്ഷ്യമിട്ടൊരു ബാലിസ്റ്റിക് മിസൈൽ എത്തി. അത് ഹരിയാനയിൽ സിർസയിൽ വെച്ച് നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്ത് തകർക്കാൻ സാധിച്ചു. അവിടെ ഇസ്രയേലിൽ നിന്നും നമ്മൾ വാങ്ങിയ ബറാക്ക് 8 മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ തെളിവുകൾ നിരത്തിയിട്ടൊരു വാർത്താ സമ്മേളനം നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ ശൈലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ പാകിസ്ഥാനു മേലെ നടത്തിയിരിക്കുന്ന പ്രഹരം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പാക് മാധ്യമങ്ങളും പാകിസ്ഥാൻ സൈനിക വക്താവും തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യക്ക് മേലെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണ ശ്രമങ്ങൾ, അത് എവിടെയൊക്കെയാണ്, ഏത് തരത്തിലാണ്, അത് എങ്ങനെയൊക്കെ ഇന്ത്യ പ്രതിരോധിച്ചു, ഇന്ത്യ പ്രത്യാക്രമണ മിസൈലുകൾ തൊടുത്ത് ഈ ഡ്രോണുകളും മിസൈലുകളും എങ്ങനെയൊക്കെ തകർത്തു, ഏതൊക്കെ തരത്തിൽ ഈ പ്രകോപനം ഉണ്ടായി എന്നുള്ള കാര്യം അക്കമിട്ട് തെളിവുകൾ സഹിതം നിരത്തി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന രീതിയാണ് ഇന്ത്യൻ വാർത്താ സമ്മേളനങ്ങൾക്ക്. അത്തരത്തിൽ തന്നെ തെളിവുകൾ നിരത്തി ഇപ്പോഴും ഈ വ്യോമപാതയിൽ സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം ഇന്നലെയും ഇതേ രീതി തന്നെയാണ് പാകിസ്ഥാൻ പിന്തുടർന്നത്. അതിൻ്റെ അടക്കം ഓരോ വിശദാംശങ്ങളും